ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് വെച്ച് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ചുമ്മാതിരുന്ന് ഉപ്പേരി പൊറിക്കുന്ന പോലെ പൊറിക്കാം. നമുക്ക് ആ ഉച്ചക്കത്തെ ലഞ്ചിനാകും, പിന്നെ ബോക്സിനകത്തൊക്കെ ടിഫിൻ ബോക്സിനകത്തൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടു നോക്കാം. വരും വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. തൊലി ചെത്തിയെടുത്തിട്ട് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് കഴുകിയിട്ട് ഇച്ചിരി നേരം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ അരിഞ്ഞിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഴുകി നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി മസാല പുരട്ടി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ. എരിവിനാവശ്യമായ മുളക് പൊടിയെ ഞാൻ ചെറിയ സ്പൂണിന് 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. 1 സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് കൈവച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൽ നിന്നൊരു ശകലം വെള്ളം ഇറങ്ങും. നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു തുള്ളി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നമ്മൾ കുഴച്ചിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു ശകലം വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം എല്ലായിടവും ആയിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇങ്ങനെ പിടിയായിട്ട് തന്നെ ഉണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ എണ്ണയിലിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോസ്, ഉരുളക്കിഴങ്ങുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ച് വിടർത്തി വെച്ച് കൊടുക്കണം. നമ്മളിതിന് വെള്ളം അങ്ങനെ 1 സ്പൂൺ എങ്ങാണ്ട് വെള്ളം ചേർക്കത്തേ ഉള്ളൂ. പക്ഷേ എങ്കിൽ അത് പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തങ്ങ് ഒരുമാതിരി ആവശ്യത്തിന് വെള്ളമാകും. കണ്ടോ? നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊരു ശകലം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂപ്പിച്ചിട്ട് കോരിയെടുക്കാം. കരിയാപ്പിലയിട്ട് മൂപ്പിച്ചിട്ട് കോരിയെടുക്കാം. ആയിട്ടുണ്ട് കേട്ടോ.
ചില്ല നമ്മൾ ഉപ്പേരി വറക്കുന്ന പോലെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കോരി മാറ്റും. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെറൈറ്റി ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ എന്ന് പറയാം, ചിപ്സ് എന്ന് പറയാം. ഇങ്ങോട്ട് നോക്കൂ, ഉണ്ടോ എന്ത് ക്രിസ്പി ആയിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.